പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെള്ളക്കുളങ്ങര ജംഗ്ഷനടുത്ത് KAPയുടെ ഒരു കനാൽ കടന്നു പോകുന്ന പ്ലാത്രപ്പടി കനാൽ പാലത്തിന് സമീപത്താണ്. ഈ വരി കാണുന്ന കൈവരി തകർന്നു പോയിട്ട് ഒരുപാട് വർഷങ്ങളായതാണ്. ഇത് വെള്ളക്കുളങ്ങര വെള്ളാരംകുന്ന് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇതുവഴി രണ്ട് കരയിലെ കാളകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. ഇരുവൻചിറ, മടത്തിൽ പടിഞ്ഞാറ്റക്കര, അങ്ങനെ ഒരുപാട് ജനത്തിരക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നതും ഒരുപാട് വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നതുമാണ്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ തകർന്നു പോയ കൈവേരി മുള കൊണ്ട് നിർമ്മിച്ചത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു കരയായ ഇരുവൻചിറ കരയിലെ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ കാര്യങ്ങൾ കുറച്ച് കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. നമ്മുടെ വെള്ളാരംകുന്ന് ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് നമുക്കൊന്ന് ചോദിക്കാം. ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളെ പറ്റിയും ഇവിടുത്തെ ഉത്സവ സംബന്ധമായിട്ട് ഇവിടെ വരുന്ന തിരക്കിനെ പറ്റിയൊക്കെയാണ് നമുക്കൊന്ന് സംസാരിക്കാം. വർഷങ്ങളായിട്ടിത് പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതിലെ ഒരുപാട് വണ്ടികളും ഒക്കെ പോകുന്നതാണ്. പക്ഷേ ഇത് ചെയ്യാനുള്ള ആരും ഇത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ ചെയ്യുന്നത് തന്നെ നല്ലതാണ്. ഉത്സവം പ്രമാണിച്ചത് അവർ തിരുവഞ്ചിറ കരക്കാർ കെട്ടിയ മുളയുടെ വേലിയാണ്. ഇത് അപകട മേഖലയുള്ള സ്ഥലമാണ്. ഇത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ എല്ലാവരും താല്പര്യപ്പെട്ട് നിൽക്കേണ്ടിയാണ്. എനിക്ക് പറയുള്ളൂ. അത് ഈ തകർന്നു പോയ സ്ഥലത്തും ഇതായിരുന്നു, ഈ അവസ്ഥയായിരുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റാണ് വിപിൻ വിയർ. അദ്ദേഹത്തോടും ചോദിക്കാം. വളരെ അപകട മേഖലയോടുകൂടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പാലമാണ് അത്. പിന്നെ ഉത്സവം പ്രമാണിച്ച് അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് മുൻകൂട്ടി, അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൃത്തിയാക്കി ഇതെല്ലാം കെട്ടി വൃത്തിയാക്കി ആ ഒരു രീതിയിൽ ഉത്സവത്തിൻ്റെ ആൾക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകും എന്നറിഞ്ഞതിൻ്റെ പേരിൽ മാത്രം അവരത്രയും ഭംഗിയായിട്ട് ചെയ്തത് വളരെ ആൾക്കാർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ബാക്കിയുള്ളവരുടെ അനാസ്ഥയാണ്. ഇറിഗേഷനാണെങ്കിൽ ഇഷ്ടംപോലെ പ്രാവശ്യം പേപ്പറുകളും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൊടുത്തിട്ടുണ്ട്. സനൽമംഗളം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് പ്രതികരിച്ച് 2-3 പ്രാവശ്യത്തെ വാർത്ത തന്നെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇതിനൊരു ഇതുണ്ടാവാതിരുന്നപ്പം അവരിത് ചെയ്തത് വളരെ നല്ല കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വരും വർഷങ്ങളിലും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ കരക്കാരുടെ ഭാഗത്തു നിന്ന്, ഉത്സവം എന്ന് പറയുമ്പോൾ ഉത്സവം കഴിയും, അത് കഴിഞ്ഞ് കൊടിയിറക്ക് കഴിഞ്ഞ് എല്ലാം കഴിയുമ്പം കൈതട്ടി പോവാതെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഈ കരക്കാരും ബാക്കിയുള്ളവരും എല്ലാവരും അത് ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇരുവഞ്ചിറ എന്നുള്ള കാള കമ്മിറ്റിക്കാർ ചെയ്തത്. കാരണം അന്ന് ആ സമയത്ത് നല്ല തിരക്കായിരുന്നു ഉത്സവ സമയത്ത്. അപ്പോൾ അവർ ചെയ്തത് തന്നെ ഏറ്റവും വലിയ ഉപകാരമാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് തട്ടി കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പോകുന്ന സ്ഥലമാണ്. ഒന്ന് കൈ തട്ടി കഴിഞ്ഞാൽ കനാലിൽ പോവും, പിന്നെ കിട്ടത്തില്ല. അപ്പോൾ ഈ ചെയ്തത് വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിന് ഇറിഗേഷൻ വല്ലതും ഇത് കണ്ടിട്ട് അവരിതിനകത്തും നടപടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. അടൂരിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് വെള്ളക്കുളങ്ങരയ്ക്കുള്ളത്. അടൂർ ചവറ റൂട്ടിലെ വെള്ളക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണ്. ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നത് വലത്തോട്ട് പോയാൽ മണക്കാല ജനശക്തി നഗർ ഭാഗങ്ങളിലേക്കും, നേരെ പോയി കഴിഞ്ഞാൽ ശ്രീനാരായണപുരം ഭാഗത്തേക്കും, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളക്കുളങ്ങര മണ്ണടി ഭാഗത്തുള്ള റോഡിലേക്കുമാണ് തിരിയുന്നത്. ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് നിരവധി വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോയത്. സർക്കാരുകൾ മാറി വരുന്നു, സർക്കാർ സംവിധാനങ്ങൾ മാറുന്നു. മാറാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും അധികാരികളുടെ കണ്ണു തുറക്കട്ടെ. അധികാരികളുടെ കണ്ണു തുറക്കാൻ വൈകിയാൽ പൊലിയുന്നത് ഒരു ജീവനായിരിക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയ വെള്ളാരംകുന്ന് ഇരുവഞ്ചിറക്കരയിലെ കൂട്ടുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ. നമുക്ക് അവരെ ഒന്ന് ഉടനെ പരിചയപ്പെടണം. അവരെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഏതായാലും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും. ദയവേത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സ്വീകരിക്കുക.